الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിംകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഷഅബാനിലെ രണ്ടാമത്തെ ജുമുഅയ്ക്കാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. വലിയ താത്വികനും ചിന്തകനും ഒട്ടനവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകം ഷഅബാനിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭാവ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു വാചകം. ഉദ്യാനങ്ങളിൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്നതും കായ്കനികൾ രൂപപ്പെടുന്നതും അതിനു മുൻപ് ഉദ്യാനങ്ങൾ ഒരുക്കുകയും ക്രമപ്രവൃത്തമായ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ശുശ്രൂഷിച്ച് പരിപാലിച്ച് പോരുമ്പോഴാണ് അതിൽ പുഷ്പങ്ങൾ വിരിയുക. അതുപോലെയാണ് റമളാൻ മുസ്ലിം ലോകത്തിൻ്റെ പ്രതീക്ഷയായ അവരുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന നിലയിലുള്ള ഖുർആനിൻ്റെ മാസം പൂവിടണമെങ്കിൽ അതിന് അവർ ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ ഒരുക്കങ്ങൾ നന്മകളോടുള്ള ആഭിമുഖ്യവും അത് എത്രയധികം സ്വീകരിക്കുകയും ശീലിക്കുകയും സ്വന്തം ജീവിതത്തിൽ ക്രമമായി അത് അച്ചടക്കത്തോടെ നിറവേറ്റി വരികയും തെറ്റായ എല്ലാ ജീവിതത്തെയും പരിത്യജിക്കുവാനുള്ള ഒരു പരിശീലനം ഈ ഷഅബാനിൽ തുടങ്ങേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണവും ചിന്തയും. അതൊരു വളരെ ശരിയുമാണ് ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും. വിശുദ്ധ ഖുർആൻ സൂറ അൻആമിൽ
നന്മകളിലേക്കുള്ള മനുഷ്യന് പ്രചോദനമേകുന്ന ഒരു വചനം. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. വളരെ ലളിതമാണ്, ചെറിയ രണ്ട് വാക്കുകളുമാണ്. ഏതൊരാൾ ജീവിതത്തിൽ ഹസനത്ത്, നന്മ കൊണ്ടുവരുന്നു, എന്നാൽ അയാൾക്ക് 10 ഇരട്ടിയാണ് അതിൻ്റെ പ്രതിഫലം അള്ളാഹു ഒരുക്കുക. അപ്പം നന്മകളിലേക്കുള്ള മനുഷ്യ മനസ്സിനെ ഹഠാതാകർഷിക്കുന്ന ഒരു വചനം. മറുവശത്ത് തിന്മയാകട്ടെ, ആ തിന്മയുടെ തുല്യതയിൽ മാത്രമേ അതിന് പാപം ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യർ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അനീതിയും ഉണ്ടാകുന്നതല്ല. ലാ യുദ്ലമൂൻ. ഒരു ദുൽമും പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് മനുഷ്യർ അഭിമുഖീകരിക്കേണ്ടി വരില്ല. ഈ ആയത്ത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴി ഇമാം ബുഖാരി അലൈഹി റഹ്മ ഉദ്ധരിച്ച ഒരു വചനമുണ്ട്. അതിൽ അള്ളാഹുവിൽ നിന്ന് പ്രവാചകൻ നമ്മെ അറിയിക്കുന്നു. അതിൻ്റെ അർത്ഥം ഖുദ്സിയായ ഹദീസാണത്. അള്ളാഹു പറയുന്നു, അള്ളാഹു പറയുന്നതായി പ്രവാചകൻ അരുൾ ചെയ്യുകയാണ്. ഇന്നല്ലാഹ കത്തബ അൽ ഹസനാത്തി വസ്സയ്യിആത്ത്. അള്ളാഹു നന്മകളും തിന്മകളും എഴുതി അത് കൃത്യമായി അത് വേർതിരിക്കുകയുണ്ടായി. സുമ്മ ബയ്യന ദാലിക. പിന്നീട് ഹസനാത്തുകളെല്ലാം അള്ളാഹു വ്യക്തമാക്കി, സയ്യിആത്തുകളും അള്ളാഹു വ്യക്തമാക്കി. ഫമൻ ഹമ്മ ബിഹസനത്തിൻ. അതുകൊണ്ട് ഏതൊരാൾ ഒരു നല്ല കാര്യം, ഒരു ഹസനത്ത് മനസ്സിൽ വിചാരിച്ചോ. ഹമ്മ എന്ന് പറഞ്ഞാൽ വിചാരിക്കുക, കരുതുക, തോന്നുക, ചിന്തിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സൂറത്ത് യൂസുഫിൽ ലഖദ് ഹമ്മത്ത് ബിഹി വ ഹമ്മ ബിഹ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി എന്ന് യൂസുഫിനെയും രാജ്ഞിയെക്കുറിച്ചും അവരുടെ മനസ്സിൽ ഉണ്ടായ ഒരു തോന്നലിനെയാണ് ആ വാക്ക് അർത്ഥമാക്കിയത്. അപ്പോൾ ഒരാളൊരു നന്മ വിചാരിച്ചു, ചിന്തിച്ചു, തോന്നിപ്പിച്ചു അയാളുടെ മനസ്സിൽ ഒരു കാര്യം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ഉണ്ടാകണമെന്ന്. ഫലം യഅമൽഹ. പക്ഷെ മനസ്സിൽ ആഗ്രഹിച്ചെങ്കിലും അത് പ്രവർത്തിക്കാൻ കഴിയാതെ പോയി. നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അത് ചെയ്തില്ല. കത്തബഹല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില. അള്ളാഹു ആ ഒരൊറ്റ വിചാരത്തിന് പൂർണ്ണമായ ഒരു നന്മയുടെ പ്രതിഫലം അള്ളാഹു അവനെ നിജപ്പെടുത്തും. ഫഇൻ ഹുവ ഹമ്മ ബിഹ. ഇനി അതല്ല, അയാൾ വിചാരിച്ചത് ജീവിതത്തിൽ നിറവേറ്റിയെങ്കിൽ ഫഅമിലഹ കത്തബഹല്ലാഹു ലഹു ഇൻദഹു അശറ ഹസനാത്തിൻ. ആയത്തിൽ വന്നതാണ്. എന്നാൽ അള്ളാഹു അവനെ നിജപ്പെടുത്തും 10 നന്മകളുടെ പ്രതിഫലം. ഇല 700 ളിഅ്ഫിൻ. 700 ഇരട്ടിയിലേക്ക് ഈ 10 എന്ന് പറഞ്ഞത് വർദ്ധിപ്പിക്കപ്പെടും. ഒരു നല്ല കാര്യം ആഗ്രഹിച്ചു, വിചാരിച്ചു, ചിന്തിച്ചു, നിയ്യത്ത് ചെയ്തു, അത് അമൽ ചെയ്തു. എന്നാൽ അവന് 70 അല്ല, 700 ളുഅ്ഫിൻ 700 ഇരട്ടിയിലേക്ക് അത് വർദ്ധിപ്പിക്കപ്പെടും. ഇല അദ്ആഫിൻ കസീറ. 700-ലും നിൽക്കില്ല, അതിൻ്റെയും എത്രയോ കൂടുതലായിരിക്കും.
ഒരുപാട് ഇരട്ടികൾ. ഈ ഹദീദിനെയൊക്കെ ആസ്പദിച്ചിട്ടാണ് ഇമാം ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അലൈഹി റഹ്മ കഅബയുടെയും മദീനയുടെയും പ്രതിഫലം വിവരിക്കുമ്പോൾ പറഞ്ഞ വാചകം. നമ്മളത് 1,00,000-ൽ പരിമിതപ്പെടുത്തും. കാരണം അതിനേക്കാൾ വലിയൊരു പുണ്യ കേന്ദ്രമില്ല. ഇത്രയധികം പുണ്യത്തിൻ്റെ സ്ഥാനം വേറെ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും ഉന്നതമായ പദവിയിൽ കഅബയെ സ്ഥാപിക്കും. അപ്പോൾ 1,00,000 എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ വിവരിച്ചത്, ഹാഫിദ് ഇബ്നു ഹജർ അലൈഹി റഹ്മ വിവരിച്ചത് ആ ഒന്നൊന്നും അല്ല. അത് 7 ലക്ഷമോ 11 ലക്ഷമോ 17 ലക്ഷമോ 23 ലക്ഷമോ, അദ്ദേഹം അവസാനം പറഞ്ഞത് 33 ലക്ഷമോ, അതുമല്ല, അതിൻ്റെയും അപ്പുറമാകുന്നു അവിടുത്തെ പ്രതിഫലം. എന്നിട്ട് ഒരു കാര്യം കൂടി ഹദീദ് പണ്ഡിതർ പറഞ്ഞു. അപ്പം മദീനയും തത്തുല്യമായി പ്രതിഫലത്തിൽ ഗണിക്കപ്പെടും. നമ്മളത് ചെറുതാക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് പണ്ഡിതന്മാർ മദീന 1000 വിട്ട് 1001 കടക്കാൻ സമ്മതിക്കൂല എന്നാണ്. അങ്ങനെയാണുള്ളത്. അതിന് അവർ ഉദ്ധരിച്ച ഒരുപാട് ഹദീദ് പണ്ഡിതർ ഉദ്ധരിച്ച ഒരു വാചകമുണ്ട്. അത് എല്ലാ ഹദീദ് കിതാബുകളിലുമുണ്ട്. അല്ലാഹുവേ ഇന്ന ഇബ്രാഹിമ ദഅാലി മക്ക, അല്ലാഹുവേ ഇബ്രാഹിം ഖലീലും നിന്റെ നബിയുമാണ്. ഖലീലുക വ നബിയുക ദഅാലി മക്ക, മക്കയ്ക്ക് വേണ്ടി ദുആ ചെയ്തതെല്ലാം നീ കൊടുത്തു. ഞാൻ നിന്റെ നബിയുമാണ്. ഇന്നി അബ്ദുക വ നബിയുക, ഞാൻ നബിയുമാണ് നിന്റെ ദാസനുമാണ്. അദൂ, ഞാൻ ദുആ ചെയ്യുന്നത് ഈ മദീനയ്ക്ക് വേണ്ടിയാണ്. ബിമാ ദഅാ ഇബ്രാഹിം, ഇബ്രാഹിം മക്കയ്ക്ക് വേണ്ടി എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത് അതെല്ലാം നിന്റെ ദാസനായ ഞാൻ മദീനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞത് വ മിസ്ലഹ, അത്രയും കൂടുതൽ. ഇപ്പൊ പ്രതിഫലത്തിൽ മദീന മക്കയുടെ മുകളിൽ വന്നു, ഇരട്ടിയായി. അപ്പോൾ അത്ര ഒരു ഉന്മേഷം, പൂർണ്ണമായ മാനസിക ഉന്മേഷവും ഉണർവും മുസ്ലിമുകൾക്ക് നൽകുന്ന 2 ഇടമാണ് 2 ഹറം. അതാണ് ഇപ്പോൾ അതിൻ്റെ ആശയം. അല്ലാണ്ട് ഒന്നൊന്നിനേക്കാൾ ചെറുതും വലുതുമാണെന്ന് പറയലല്ല. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു പാദസ്പർശം അവിടെ ഏൽക്കുമ്പോൾ തന്നെ. അത് അവനുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. ഇവിടെ അള്ളാഹു അറിയിച്ചത് അതാണ്. 70,000 അല്ല, 700 അല്ല, അതിൻ്റെ ഇരട്ടിയുമാണ്. ഒമൻ ഹമ്മ ബി സയ്യിഅത്തിൻ, നീ ഒരാളൊരു ചീത്ത കാര്യമാണ് മനസ്സിൽ വിചാരിച്ചത്. ഫലം യഅ്മൽഹ, വിചാരിച്ചു, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, പക്ഷെ അത് ചെയ്തില്ല. കതബല്ലാഹു ലഹു ഇൻദഹു ഹസനാത്തിൻ ഹസനത്തൻ കാമില, അള്ളാഹു അതിൻ്റെ പേരിൽ അവനത് മനസ്സിൽ വിചാരിച്ച ആ തെറ്റ് എന്താണോ അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അള്ളാഹു അവനൊരു പൂർണ്ണ നന്മ നിർണയിക്കപ്പെടും. ഫഅമിലഹ, ഇനി അതവൻ ചെയ്തു എങ്കിലോ കതബഹല്ലാഹു ലഹു സയ്യിഅത്തൻ വാഹിദ, ഒരൊറ്റ ദോഷമായി അത് പരിമിതപ്പെടുത്തുകയും ചെയ്യും. നന്മകൾ ഉദ്ദേശിച്ചാൽ അവിടം മുതൽ അത് പ്രാവർത്തികമാക്കിയാൽ അതിൻ്റെയൊക്കെ പ്രതിഫലം എത്രയോ ഇരട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നു ഖുദ്സിയായ ഈ ഹദീസിൽ ഇമാം ബുഖാരിയുടെ ഉദ്ധരണം. അപ്പോൾ ഒരുപാട് വഴികൾ നന്മകൾക്കുണ്ട്. അപ്പോൾ ഷഅബാനിൽ അതിനുള്ളൊരു ഒരുക്കമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബുഖാരിയും ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി, അസ്വലാത്തു അൽ ഖംസു, 5 നമസ്കാരം, അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ചയിലെ ജുമുഅ തൊട്ടടുത്ത വെള്ളിയാഴ്ചയുടെ ജുമുഅ, അതൊന്നൊന്നിനോട് ഇങ്ങനെ തുടർച്ചയായിട്ട് അങ്ങോട്ട് പോകും. വ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ. മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അപ്പോൾ നമസ്കാരങ്ങൾക്കിടയിലുള്ളതും ജുമുഅകൾക്കിടയിലുള്ളതും റമളാനുകൾക്കിടയിലുള്ള മാസങ്ങളിലെയും പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും. ഈ അമലുകൾ ദോഷങ്ങളെ മായ്ച്ചു കളയും.
എപ്പോൾ ഇതാ ഇജിത്തനബൽ കബായിർ, വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ. വൻ പാപങ്ങൾ ഒന്നുകിൽ 5 എണ്ണമാണ്, അല്ലെങ്കിൽ 7 എണ്ണമാണ്. അത് ഖുർആനിലും ഹദീസിലും വന്ന വാക്കുകളിൽ നിന്ന് അടർത്തിയെടുത്ത് ക്രോഡീകരിച്ചതാണ് ഹദീസിലുള്ള 7 എണ്ണവും. അല്ലാഹുവാണ് അത് വൻപാപമാണെന്ന് അറിയിച്ചത്. വഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിരോധിക്കപ്പെട്ട മഹാപാപങ്ങൾ അവരൊഴിവാക്കിയിരുന്നുവെങ്കിൽ അവരുടെ എല്ലാ ദോഷവും നാം പുറത്തു കൊടുക്കും. ഇത് വൻപാപം ഒഴികെ ജീവിതത്തിലുള്ള എല്ലാ തിന്മകളും മായ്ക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നന്മയെ ചിന്തിക്കുകയും വിചാരിക്കുകയും ആഗ്രഹിക്കുകയും അത് ക്രമമായി പ്രാവർത്തികമാക്കേണ്ട ഒരു മാസമാണ് ഷഅബാൻ. അപ്പോൾ റമദാനിൽ അവരതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയും. റമദാൻ 1-ൻ്റെ അന്ന് ഊത്തൽ കയറുന്ന പോലെ പള്ളിയിലേക്ക് കയറിയിട്ട് കഥയൊന്നുമില്ല. കാരണം അന്ന് സുബഹിക്ക് മിക്കവാറും ഇവിടെ 7-8 സഫാളൊക്കെ വരും. ഇപ്പോൾ നമ്മൾ 3 സഫ ഉണ്ടാവുള്ളൂ. ഇവിടെ സുബഹി ഇല്ലാത്തത് കൊണ്ടോ അത് ഫ്രീ ആയിട്ട് നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് കൊണ്ടൊന്നും അല്ല ആളുകൾ വരാത്തത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞാണ് ഞാനത്. അപ്പം നമ്മളിപ്പോൾ മുതൽ ചില നന്മകൾ ശീലിക്കണം. തഹിയ്യത്ത് വളരെ വലുതാണ്. ഏതൊരാൾ വെളിയിലിറങ്ങിയിട്ട് പള്ളിയിലേക്ക് കയറിയാലും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. ഇത് വർദ്ധിപ്പിക്കാൻ ഇമാം ഷാഫി അലൈഹി റഹ്മ രേഖപ്പെടുത്തിയ വാചകം അവൻ വെളിയിൽ പോയാൽ മതി. പള്ളിക്ക് വെളിയിൽ കടന്ന് കയറുമ്പോഴെല്ലാം അവൻ ആ സുന്നത്ത് അവൻ്റെ മേൽ ആവശ്യമായി വരും. അപ്പോൾ അവനത് ചെയ്യാം. വുളൂവിൻ്റെ സുന്നത്ത് 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കാം. വുളൂവിന് ശേഷമുള്ള ദുആയുണ്ട്. തഹിയ്യത്ത് വിട്ടിട്ട് ഓരോ ഫർളിന് മുൻപും പിൻപുമുള്ള സുന്നത്തുകളുണ്ട്. അതൊന്ന് ശീലിച്ചു നോക്കുക. അതും ആളുകൾ ചെയ്യുന്നതിന് ഒരുപാട് തകരാറുണ്ടാക്കുന്നു. കാരണം ഒരുപാട് ജീവിതകാലത്ത് ഫർള് നഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇനി ഓരോ വഖത്തിൻ്റെ കൂടെ ഓരോ വഖത്ത് ഫർള് ഖളാ വീട്ടിയാൽ മതി എന്ന് പറയും. അത് ഇസ്ലാമികമായി ഒരു സ്ഥലത്തും അതിന് പിമ്പലമില്ല. പറയുന്നത് ആർക്കും എന്തും പറയാം. തെളിവുകളില്ല. മദ്ഹബിൻ്റെ ഇമാമുകളിലോ മുഫസ്സിറുകളിലോ മുഹദ്ദിസുകളിലോ ഒന്നും നമ്മളതിന് തെളിവ് കാണുന്നില്ല. പിന്നെ കാണുന്ന തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഇബ്നു ഹസം അലൈഹി റഹ്മയുടെ മുഹല്ല ഏതാണ്ട് ഒരു വാള്യത്തിൽ പകുതിയോളം ഭാഗം ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്തിട്ട് അദ്ദേഹം അവസാനിപ്പിച്ചൊരു വാചകമുണ്ട്: മീസാനിൽ തിന്മ വർദ്ധിക്കുകയും നന്മ താഴുകയും ചെയ്താൽ, നന്മ ഉയരുകയും തിന്മ വർദ്ധിച്ചു, നന്മ കുറഞ്ഞു, അവിടെ അള്ളാഹു ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ നന്മയുടെ ത്രാസ് ഖനം തൂങ്ങുന്നതിന് സുന്നത്തുകളെയാണ് അവലംബിക്കുക. അതുകൊണ്ട് ആ സ്ഥാനത്ത് ഫർള് ഖളാ വീട്ടലല്ല, എത്രയോ അധികം സുന്നത്തുകൾ ചെയ്യാം. ഒന്നും നിസ്സാരമാക്കാതിരുന്നാൽ മതി. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ജാമിഇലെ ഒരു ഹദീസ്, ജാമിഅ തുർമുദിയുടെ ഒരു ഹദീസ്, അതൊന്നും ഫലാ തഹ്ഖറന്ന ഷൈഅൻ, നീ ഒന്നും നിസ്സാരമായി കാണരുത്. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കുമ്പോൾ പുഞ്ചിരിക്കാനാണ് അവസരം, അത് നീ ഒഴിവാക്കണ്ട. അപ്പോൾ മറ്റൊരാളെ കാണുമ്പോൾ വെറുതെ ഒന്ന് ചിരിച്ചാൽ അതൊരു സുന്നത്തായി. പക്ഷെ നമ്മളെ കക്ഷിത്വം കൂടിയപ്പോൾ ആ സുന്നത്ത് നമ്മൾ ഇല്ലാണ്ടാക്കും ആദ്യം തന്നെ. കാരണം നമ്മുടെ ആളുടെ നേരെ നോക്കുമ്പോൾ മാത്രമേ ചിരിക്കുകയുള്ളൂ. അല്ലാത്തപ്പോൾ മുഖം കടന്നിലോ ഒത്തിയതുപോലെ വീർപ്പിച്ചിരിക്കും. ഇതൊക്കെ മുസ്ലിമീങ്ങൾ അനുവർത്തിക്കുന്ന നയമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയ്ക്ക് ഒരുപാട് വഴികൾ പറഞ്ഞു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹം വഴി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസ്, ഈ നന്മ ഉദ്ദേശിച്ചാൽ കിട്ടുന്ന ഫലത്തിന് അനുബന്ധമായി നാം പഠിക്കുന്ന മറ്റൊരു ഹദീസാണത്. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, 40 ഹസിലത്ത്, 40 വാതിലുണ്ട്. നന്മയുടെ 40 കവാടങ്ങൾ. അത് സ്വർഗത്തിൻ്റെ ആകാം, അല്ലാതെയാകാം. അഅ്ലാഹുന്ന മനീഹത്തുൽ അൻസ്, അതിലേറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ കറന്നുകൊണ്ടിരിക്കുന്ന കറവയുള്ള ഒരാടിനെ തൻ്റെ സഹോദരൻ, ഒരു സാധുവിന്, അവന് കറന്ന് ഉപജീവനം നടത്താൻ നമ്മൾ വിട്ടുകൊടുക്കുക.
അപ്പോൾ നമ്മളുടെ ഒരു മനസ്സിനെ ഒരല്പം ശരിക്ക് സ്പർശിക്കും. കാരണം നമ്മളൊരു വളർത്തു പശുവോ ഒരു പോത്തോ ഒരു കിടാവോ അല്ലെങ്കിൽ ഒരു ആടോ ആയിരിക്കും. അതിനെ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. 40 നന്മയുടെ വിജയത്തിൻ്റെ വാതിലുകളിൽ ഏറ്റവും വലുത് അതാണ്. അപ്പം ആദാനമാണ്, നമ്മൾ ചെയ്യണം, മറ്റൊരാൾക്ക് കൊടുക്കണം. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമാണ്. എനിക്കിത് ഒരെണ്ണം ഉള്ളൂ, ഒരെണ്ണം ഉണ്ടായിരുന്നേ കൊടുക്കുമെന്ന് പറയും. 2 എണ്ണം ഉണ്ടാവും പറയും, 2 എണ്ണം അല്ലേ ഉള്ളൂ എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ പ്രകൃതം. എങ്ങനെ കൊടുക്കണം? റജാ സവാബിഹ, പരലോകത്ത് പടച്ചവൻ എനിക്കിതിന് കൂലി തരും, ഈ ഒരു പ്രതീക്ഷയിലേ ചെയ്യാവൂ. വതസ്ദീഖ മൗഊദിഹ, പരലോകത്തെ സത്യപ്പെടുത്തണം. ഇനിയൊരു ജീവിതമുണ്ട്, മഹ്ശറിൽ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, നന്മതിന്മകൾക്ക് അവൻ പ്രതിഫലം നിർണയിക്കും, ആ ദിവസം എനിക്ക് രക്ഷപ്പെടണം എന്ന് ഖിയാമത്തിനെ അവൻ സത്യപ്പെടുത്തണം, അള്ളാഹുവിൽ നിന്ന് തവാബ് ആഗ്രഹിക്കണം. അങ്ങനെ ചെയ്താൽ ഇല്ലാ അദ്ഖലഹുല്ലാഹു ബിഹൽ ജന്ന, അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചത്. 40 വാതിലാണ് പറഞ്ഞത്. ഇപ്പൊ സൽക്കർമ്മങ്ങൾക്ക്, നന്മയ്ക്ക് ഒരുപാട് വഴികളുണ്ട്. നമ്മളത് ജീവിതത്തിൽ ഒന്ന് പരിശീലിപ്പിച്ചാൽ മതി. ഇപ്പൊ എത്രയോ അധികം ആളുകൾ, ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പല പ്രാവശ്യവും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ജുമുഅയുടെ വലിപ്പം മനസ്സിലാക്കിയിട്ട് ഒരു ആഗ്രഹം ജനിക്കണമല്ലോ നേരത്തെ എത്താൻ. എന്തിന്? അത് ആദ്യ സമയം ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ പള്ളികളിൽ, ഏത് പള്ളിയിലായാലും ലോകത്തുള്ള ആദ്യ ഘട്ടത്തിൽ വന്നണയുന്ന മുഴുവൻ പേരും ഏറ്റവും വലിയൊരു സദക്ക മൃഗങ്ങളിൽ അത് ഒട്ടകമാണ്. അതിനെ അറുത്ത് ധർമ്മം ചെയ്ത കൂലി കിട്ടും. അപ്പോൾ ഒന്നാമത്തെ സമയവും നമുക്ക് ഘട്ടം അറിയില്ല, നമ്മൾ ആദ്യം എത്തും അതിന്. 2ാം ഘട്ടം എത്തുമ്പോൾ പ്രതിഫലം കുറച്ചുകൂടി കുറയും. അപ്പോൾ അതിനൊരു ഉത്സാഹം വേണം. അള്ളാഹുവിൻ്റെ റസൂല് മിഅ്റാജ് രാത്രി കഴിഞ്ഞപ്പോൾ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നൊരു ഹദീസ്, നിങ്ങളെങ്ങാനും ഇതിൻ്റെ പ്രതിഫലം, ഇതിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കിടയിൽ നറുക്കിടുമായിരുന്നു. ബാങ്ക് വിളിക്കുന്നതിൻ്റെ, ഒരാൾ ബാങ്ക് വിളിക്കുകയാണല്ലോ, ബിലാലുൽ മുഅദ്ദിൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അതിൽ ലയിച്ചു ചേർന്ന ആ ബാങ്ക് വിളിക്കുക. ആ ഓരോ വാക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നാഡി മിടിപ്പുകളെ സ്വാധീനിച്ചിരുന്നു എന്ന് മാത്രമല്ല, രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ഇഴുകിച്ചേർന്നിരുന്നു. അല്ലാഹു അക്ബർ, അത് അടിയുറച്ച ഒരു ഈമാനായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ബാങ്ക് വിളിക്കുന്ന ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കൂലിക്ക് നമ്മൾ മുഅദ്ദിനെ നിർത്തിയിട്ട് പള്ളിയിൽ നിന്ന് 5 നേരം വിളിക്കലും, അവൻ വിളിക്കുമ്പോൾ അവൾ വാച്ച് നോക്കും ശരിയാണോ എന്ന്. അവൻ വിളിച്ച സമയം ശരിയാണോ എന്ന് നോക്കലാണ് നമ്മുടെ പണി. ബാങ്കിൻ്റെ കൂലി പറഞ്ഞാണ്. ജമാഅത്ത് നമസ്കാരം, ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് അതേ രീതിയിലാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. നിങ്ങൾ മുട്ടിൽ എഴഞ്ഞിട്ടായാലും വരും, 1ാമത്തെ സഫിൽ നിൽക്കാൻ നിങ്ങൾ നറുക്കിടേണ്ടി വരാം. ഒരു നന്മകൾ എങ്ങനെയൊക്കെ ചെയ്യാന്നാണ്. നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ ഒന്നുകൂടി ജീവിതത്തിൽ ക്രമീകരിച്ചാൽ റമളാൻ നമുക്ക് ഫലവത്താകും എന്നാണ് ഹസനുൽ ബസരി അലൈഹി റഹ്മയുടെ വീക്ഷണം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ, നമുക്ക് പാടില്ലാത്ത പാപകരമായ തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ അത് ചെയ്യാണ്ടിരുന്ന കൂലി കിട്ടും, ചെയ്താൽ ആ ഒരു തിന്മ അങ്ങനെ തന്നെ നിജപ്പെടുത്തും. അത് മഹ്ശറയിലാണ് അത് വെളിപ്പെടുത്തുക, കിതാബിൽ. അപ്പൊ എൻ്റെ റബ്ബ് നിരോധിച്ചത് അൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ, രഹസ്യവും പരസ്യവുമായ എല്ലാ മ്ലേച്ഛതകളുമാണ്. വൽ ഇസ്മ, കുറ്റകരമായ പാപങ്ങളുമാണ്. വൽ ബഗ്യ, അതിക്രമങ്ങളുമാണ്. ബി ഗൈരിൽ ഹഖ്, വസ്തുതയില്ലാതെ സത്യസന്ധമല്ലാതെ
അക്രമം പ്രവർത്തിക്കുന്ന അനീതിപരമായ എല്ലാ ജീവിത രീതിയുമാണ്. തുഷിരിക്കൂ ബില്ലാഹി മാ ലം യൻസിൽ ബിഹി സുൽത്താനൻ, ഒരു തെളിവും പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത അള്ളാഹുവിന് പങ്കു ചേർക്കുക എന്നതാണ് അള്ളാഹു കഠിനമായി നിരോധിച്ചിട്ടുള്ളത്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത കാര്യം പടച്ചവന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഗൗരവമായി ഖുർആൻ എടുത്തുദ്ധരിച്ച തിന്മയുടെ കവാടങ്ങൾ. അത് നമ്മൾ ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് സൂറത്തുൻ നൂർ വതൂബു ഇലല്ലാഹി ജമിയ, വലിയൊരു ജീവിത വ്യതിയാന വിഷയങ്ങളെ അധികരിച്ച് ജനങ്ങൾക്കിടയിൽ വർത്തമാനം ഉണ്ടാവുകയും ചർച്ച നടത്തുകയും ഊറിച്ചിരിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തൊരു വിഷയമുണ്ട്. അത് നബിയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അങ്ങോട്ട് വരികയല്ല. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു വഴിയെന്ന് ചോദിച്ചാൽ, അത് ഫീദിലാൽ ഖുർആനിൽ മഹാനായ സയ്യിദ് ഖുത്ബ് അലൈഹിർ റഹ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഖുർആൻ ചോദിച്ച ഈ ചോദ്യം നിത്യപ്രസക്തമാണ്. വിശ്വാസികൾക്കെങ്കിലും അങ്ങനെ കരുതാതിരുന്നുകൂടായിരുന്നോ? മനസ്സിൽ ഈ ആളുകൾ പറയുന്നത് അത് കേട്ടിട്ട് നിശബ്ദത പുലർത്തുകയല്ല, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകരുത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ അലൈഹിർ റഹ്മയെ സംബന്ധിച്ചാണ്. തോന്നാതിരുന്നാൽ മതി. വിചാരം അതൊരു വല്ലാത്ത പ്രയോഗമായി പോയി. കാരണം നബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സൂറത്തുൻ നൂർ തൂബു ഇലല്ലാഹി ജമിയ വതൂബു ഇലല്ലാഹി ജമിയ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിശ്ചയം നിങ്ങൾ വിജയികളായേക്കാം. അപ്പോൾ എല്ലാവരും തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങണം, തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് മടങ്ങണം. നന്മകൾ ജീവിതത്തിൻ്റെ ഒരു നിത്യവസന്തമായി പരിശീലിച്ച് വളർത്തിക്കൊണ്ടുവരണം. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് എത്ര പേര് ഓതിയെന്ന് ചോദിച്ചാൽ ഒരു 10% ഇപ്പോൾ ഇരിക്കുന്നതിലുണ്ടാവുള്ളൂ. കാരണം നമുക്കൊക്കെ തിരക്ക് കൂടുതലുള്ളവരാണ്. മറ്റു സഹാബികളെ പോലെയല്ല, അവർക്ക് പണിയൊന്നും ഉണ്ടായില്ലല്ലോ എന്നല്ലേ അതിന് പറയാൻ കഴിയുക. നബിയുടെ മേൽ എത്ര സ്വലാത്തുകൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലുമായി ചെയ്തു എന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ടോ എന്ന് ചോദിക്കും പലരും. ഞാൻ സൂചിപ്പിച്ചത്, നമുക്കൊക്കെ ഇത് അറിയാം, നമ്മൾ നിർവഹിക്കുന്നു. നമ്മളൊരു രാഷ്ട്രീയ കാര്യം പറയുന്നതിനേക്കാൾ വലിപ്പമുണ്ടൊരു സലാത്തിന്. അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും അത് അങ്ങനെ നടക്കട്ടെ എന്ന് വയ്ക്കാം. അത് അതിൻ്റെ മേഖലയിലാണ്. വെള്ളിയാഴ്ച ജുമാ ദിവസം ഇതാണ് വേണ്ടത്. അത് ഞാൻ സൂറത്തുൽ കഹ്ഫിനെ കുറിച്ചൊരിക്കൽ ഒരു ഖുത്ബ നടത്തിയിരുന്നു. അപ്പോൾ എല്ലാവരും പശ്ചാത്തപിച്ച് മടങ്ങണം. തൗബയ്ക്ക് 5 നിബന്ധനകൾ ഫതഹുൽ മുഈനിൻ്റെ ഗ്രന്ഥകർത്താവ് സയ്യിദ് മഖ്ദൂം തങ്ങൾ, അദ്ദേഹം അദ്കിയ എന്ന ഒരു ഗ്രന്ഥം രചിച്ചിരുന്നു. ഫതഹുൽ മുഈനിന് പുറകെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ 5 നിബന്ധനകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം മനസ്സിൻ്റെ നിശ്ചയദാർഢ്യമാണ്. ഞാൻ ഇങ്ങനെ ആയാൽ പോരാ എന്ന് നമുക്കൊരു ഉറപ്പ് വരണം. 2, എങ്ങനെയാകണമോ അത് നമ്മുടെ മനസ്സിൻ്റെ അതിശക്തമായ ചലനത്തിനുള്ള പ്രചോദനമാക്കണം. തിന്മകളിൽ മനസ്താപം വേണം. 3, 4, ഇനി ജീവിതത്തിൽ അത്തരമൊരു തിന്മ എൻ്റെ ഓർമ്മയിൽ, അറിവിൽ, സ്വബോധത്തിൽ ഉണ്ടാവുകയില്ല എന്ന അസ്മുണ്ടാകണം. 5, അവൻ നന്മകൾ പ്രേരിതരായി അത് ചെയ്യണം. എത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ കവിത. ഞാൻ അറബി ബെയ്ത്ത് പാടുകയല്ല ഇവിടെ, വളരെ മനോഹരമാണ്. അതിനൊക്കെ ഷറഹ എഴുതിയ ഇമാമുകൾ, ഈ കേവലം ഒരു 5 വരിയാണിത്. അതിൻ്റെ ഷറഹ് ചിലപ്പോൾ 1 വാള്യോ 2 വാള്യോ ഒക്കെ ഉള്ള കിതാബുകളാണ്. അത്രയും വിപുലമാണ് അതിൻ്റെ അർത്ഥം, അത്ര വിശാലമാണ്. ഞാൻ സൂചിപ്പിച്ച് തൂബു ഇലല്ലാഹി ജമിയ അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ, നിങ്ങൾക്ക് തൗബ ഉണ്ടാകണം, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം.
ആ വിജയം തൗബയോടുകൂടി ആകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് യൂനുസ് അധ്യായത്തിൽ ഒരു ആയത്ത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഫലൗല കാനത്ത് ഖറിയ, എന്തുകൊണ്ടൊരു രാജ്യം ആയില്ല, ആമനത്ത് വിശ്വാസം സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ ഒരു രാജ്യം വിശ്വാസം സ്വീകരിച്ചു, ഒരു ഖറിയ, ഒരു പ്രദേശം, ഒരു പട്ടണം, അല്ലെങ്കിൽ ഒരു വില്ലേജ് വിശ്വാസം സ്വീകരിച്ചു. ആമനത്ത് ഫനഫഅഹ ഈമാനുഹ, അവർക്ക് അവരുടെ വിശ്വാസം പ്രയോജനമായി. ഇല്ലാ ഖൗമ യൂനുസ്, യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ജനത ഒഴികെ. അവരുടെ ചരിത്രം വേറെ ഒരു ഭാഗത്തേക്ക് മാറിപ്പോകും. അവർ യൂനുസ് നബി പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസം സ്വീകരിക്കാത്തത് കൊണ്ട് അവർ ചെന്ന് പതിച്ച വലിയ വലിയ പരാജയങ്ങൾ പിന്നെ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. ലമ്മ ആമനു, അവർ വിശ്വാസം സ്വീകരിച്ചപ്പോൾ, കശഫിന അൻഹും അദാബൽ ഖിസിയ്, നിന്ദ്യരാവുക, എവിടെയും തരം താഴ്ത്തപ്പെടുക, അവഗണിക്കപ്പെടുക, പുറന്തള്ളപ്പെടുക, നിന്ദ്യമാക്കുക, ആട്ടിയകത്തുക, അങ്ങനെയുള്ളൊരവസ്ഥ മുസ്ലിം ലോകത്തിൽ വരുന്നുണ്ടല്ലോ. അതൊരു വലിയ ശിക്ഷയാണ്. ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കും. അതിനെന്താ മാർഗം പറഞ്ഞത്? ഈമാനാണ്. ഈമാൻ വേണം. തൗബ ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നന്മകൾ വർദ്ധിക്കണമെന്ന് പറഞ്ഞു. തെറ്റായ തിന്മയായൊരു കാര്യം വിചാരിക്കരുത് എന്ന് വരെയും പറഞ്ഞു. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് കശഫിനാൻഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയവിയായ ജീവിതത്തിൽ ഏറ്റവും മിഹീനമായ നിന്ദ്യമായ ഈ സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് മാറ്റം നൽകും, മോചനം നൽകും. വമത്തഅനാഹും ഇലാ ഹീൻ, ഒരു നിർണിത കാലം വരെയും അള്ളാഹു എല്ലാ ഭൗതിക സുഖ സൗകര്യങ്ങളും മനസംതൃപ്തിയും നൽകി അള്ളാഹു ഇവിടെ ജീവിപ്പിക്കുന്നതാണ്. സൂറത്ത് യൂനുസിലെ ഒരായത്താണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, അവിടെ രണ്ട് കാര്യം ആവശ്യപ്പെട്ടു. ഒന്ന്, ഇസ്തിഗ്ഫാർ വേണം. അത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാചകത്തിൽ പരിമിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പറഞ്ഞിരുന്ന വാചകം അതാണ്. പല ഉമൂമുകളും നബിയുടെ നമസ്കാരത്തിൽ നിന്ന് നബി അവസാനിപ്പിച്ച് പിന്മാറി എന്ന്, സലാം വീട്ടി എന്നത് അറിഞ്ഞിരുന്ന വാചകം അള്ളാഹുവിൻ്റെ റസൂൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അല്പം ഉറച്ചു പറയുമായിരുന്നു. അത് കേട്ടിട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴി ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിലെ വാചകം അങ്ങനെയാണ്. രണ്ട് തൗബയാണ്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കണം. ഞാൻ എന്ന് പറയുമ്പം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, സൂറത്തുൽ ഫതഹിൽ അള്ളാഹു അറിയിച്ച വാചകം അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നബി ഒരു ദോഷവും ഇല്ല. കാരണം ഉലുൽ അസ്മിന്റെ പ്രവാചകനാണ്. ഞാൻ 100 പ്രാവശ്യമെങ്കിലും തൗബ ചെയ്തിരുന്നു എന്നാണ് മുഅ്മിനുകളെ അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചത്. യുമത്തിഉക്കും മത്താഅൻ ഹസന, നിങ്ങൾക്ക് ഗുണകരമായ നല്ല ഭൗതിക ജീവിതം ഉണ്ടാവും. ഇലാ അജലിൻ മുസമ്മ, ഒരു നിർണിത കാലം പടച്ചവൻ നിങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്യും. വയുഅ്തി കുല്ല ദീ ഫളിൻ ഫളില, എല്ലാ ഓരോരുത്തർക്കും അവരവരുടേതായ ശ്രേഷ്ഠതകൾ നൽകും. വൈൻ തവല്ലൗ, നിങ്ങൾക്കിതൊന്നും വേണ്ട, റമദാനല്ല, ഇനി വലിയൊരു നാൾ വന്നാലും ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം എന്ന് നിങ്ങൾക്ക് തോന്നി അങ്ങോട്ട് ജീവിക്കാന്ന് വെച്ചോ. വൈൻ തവല്ലൗ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, ഒരു ദിവസമുണ്ട്, അത് കഠിനമായ ശിക്ഷയാണ്, അത് ഞാൻ ഭയപ്പെടുന്നു. ഹൂദ് അലൈഹിസ്സലാം ജനങ്ങളെ ഉണർത്തിയ ഖുർആനിലെ ഒരു വാചകമാണ്. അപ്പോൾ ഷഅബാനാണ് സൽക്കർമ്മ ചിന്തയും വിചാരവും, അത് പരമാവധി പറയലും കേൾക്കലും ഒത്തുചേരലും, ഏതെല്ലാം നന്മകൾ ഈ റമദാനിൽ നമുക്ക് ചെയ്യാനുണ്ടോ അതൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച്
പരലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ച് പരലോകത്തെ സത്യപ്പെടുത്തുന്ന ഈമാനോടുകൂടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ വിശ്വാസികളുടെ ലോകം ശക്തമായിരിക്കും, ഉന്നതമായിരിക്കും. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.